ചില സഹോദരിമാര് പാസ്റ്റർമാരോട് പറയും, അഭിഷേകം ഒന്നും പ്രാപിച്ചതല്ല പാസ്റ്ററെ. ആ പറച്ചിലും മോഹമൊക്കെ ഒന്ന് കാണാം, അഭിഷേകം ഒന്നും പ്രാപിച്ചതല്ല. കണ്ടോ? ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ ആദരിക്കണം, ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ കർത്താവിന് ഉചിതമാകുമെന്ന് കീഴ്പ്പെടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആകെ 3-4 വാക്യം വായിച്ചു തരുന്നത് സഹോദരിമാരായിരുന്നു മിക്കവാറും ആ വഴി അടച്ചെന്നാ തോന്നുന്നത്. ചിലരുടെ മുഖത്തൊരു മ്ലാനത. നിങ്ങളുടെ കാര്യം അല്ലല്ലോ ഈ പറയുന്നത്, ഭർത്താവിന് കീഴ്പ്പെടാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മുഖമൊക്കെ അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും. പണ്ട് കുമ്പനാട്ടൊരു ഡൗട്ട് മത്തായിച്ചനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഡൗട്ട് അടിക്കരുത്. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം. ദൈവത്തിൻ്റെ മകൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യരുത്. ഓ, ഇത് കേൾക്കാനാണ് ഞാനങ്ങ് പോകുക അച്ഛാന്നും പറഞ്ഞ് കണ്ണ് കാണിച്ച് എഴുന്നേറ്റ് പോകരുത്. ആമേൻ. ഭർത്താവിന് കീഴ്പ്പെടണം. അതാണ് വേദപുസ്തകത്തിലെ പ്രമാണം. ഭർത്താവിനെ ബഹുമാനിക്കണം. മറ്റൊരാളോട് ഭർത്താവിന്റെ കാര്യം പറയുമ്പോൾ ബഹുമാന പുരസ്കരമേ സംസാരിക്കാവൂ. അയ്യോ ഞങ്ങളുടെ അച്ചായൻ, അതൊക്കെ ദൈവത്തിന് പ്രസാദമാണ്. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒന്ന്, ഭാര്യ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ആ തലമുറ രക്ഷപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വിടുതല. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഒരാളെ ഉള്ളായിരുന്നു പ്രാർത്ഥിക്കാൻ, പക്ഷെ മുഴുവൻ ഇസ്രായേലിനും വിടുതല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിമാരോട് പറയാം, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഭർത്താവ് ഇരുന്നെന്ന് വരികയല്ല പ്രാർത്ഥനയ്ക്ക്, പിള്ളേരും ഇരുന്നെന്ന് വരികയല്ല, വല്ലാത്ത കാലമാ. പക്ഷേ സഹോദരി, നിരാശപ്പെടരുത്, പതറരുത്. നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ നീ നിമിത്തം നിന്റെ സന്തതിക്കും ഭർത്താവിനും കുടുംബത്തിനും ഉൾപ്പെട്ട് നിൽക്കുന്നിടത്ത് നിശ്ചയമായിട്ടും വിടുതലുണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ആര്? ഭാര്യമാരെല്ലാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. അത് ഭർത്താവിനെ കർത്താവിൽ ഉചിതമാകുമെന്ന് കീഴടങ്ങിയേച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വിദേശ രാജ്യത്തത് 2 പേർക്കും ജോലി ഉള്ളത് കൊണ്ട് ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് പോയെങ്കിലേ ഒക്കെ ഉള്ളൂ. നാട്ടിലെ കാര്യം വെച്ചാൽ ഞാൻ ഈ കൂടുതലും പറയുന്നത്. ഭർത്താവ് ജോലിക്ക് പോയി, രാവിലെ പോയതാ. വണ്ടിപ്പണിയോ അല്ലെ വള്ളപ്പണിയോ റോഡ് പണിയോ ബിസിനസ്സോ ഓഫീസിലോ ഒക്കെ ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. തിരക്കുമൊക്കെ പിടിച്ചേ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചെന്ന് വരികയില്ല, ക്ഷീണത്തിനായിട്ടായിരിക്കും വൈകിട്ട് വരുന്നത്. ചില ഇപ്പം മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് ചില സഹോദരിമാർ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ എവിടാ. അപ്പോൾ അന്നേരം അവൻ പറഞ്ഞ്, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എവിടം വരായി? ഞാൻ പാലം അങ്ങോട്ട് കയറുക. ഏത് പാലം? കല്ലിശ്ശേരി പാലം. ആ, പിന്നെയും പോകണം ചോദിക്കുക. കല്ലിശ്ശേരി പാലം ഇറങ്ങിയോ? ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ കല്ലിശ്ശേരി പാലത്തിൽ പാലത്തിന് നടുക്ക് വന്നപ്പോൾ ഒരു ബ്ലോക്കാണ്. എനിക്ക് തോന്നി. അങ്ങനെ CID അന്വേഷിക്കുന്നത് പോലെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് ചിലയിടത്ത്. അതൊക്കെ ഒരു കണക്കിന് നല്ലതുമാ. ചിലരെ അങ്ങനെ എപ്പോഴും അന്വേഷിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ അതും പരിവക്കേടാ. കൂടെ ഒന്ന് വിളിക്കുന്നത് നല്ലതാ. ചിലരുടെ സ്വഭാവം ഈ മര പറഞ്ഞേ കൊടിയിടാവുള്ളൂ. കൂടെ ചിലർക്ക് ഫോൺ വരുമ്പോൾ ഓർക്കണം. ഞാനെന്നാലും ഓർക്കും, ഇത് പരിവക്കേടാന്നല്ലോ എന്ന്. ശരി, ഇപ്പം എവിടാ. ചില യോഗത്തിനൊക്കെ ചില വരുമ്പോഴേ തുരുതുരാന്നങ്ങ് വിളിയാ, ഇപ്പം എവിടാ. അന്നേരം മനസ്സിലാക്കി ഇത് പരിവക്കേടാന്നല്ലോ എന്ന്. എന്നാൽ ചിലർ വിളിക്കുകയും പറയുകയും ചെയ്യണം. വിളിക്കണം, എവിടായി, ഭക്ഷണം കഴിച്ചോ, എന്തുകൊണ്ട് വിശേഷം. അത് ന്യായമാണ്. ഇത് കൂടെ 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഓർത്തോണം പരിവക്കേടാന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ പുള്ളി ചിലപ്പം ബദ്ധപ്പാടോടുകൂടി ആയിരിക്കും വീട്ടിൽ വരുന്നത്. അന്നേരം അമ്മാമ്മ അകത്ത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല മര്യാദ. അദ്ദേഹം ക്ഷീണിച്ചു വരുമ്പോൾ ചായ ചായ, കാപ്പിയാന്നേ കാപ്പി, കട്ടനാന്നേ കട്ടൻ, ചൂടുവെള്ളമാന്നേ ചൂടുവെള്ളം. നമുക്ക് സാഹചര്യം നമ്മുടെ അനുസരിച്ച് അതുകൊണ്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ മര്യാദ. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സഹോദരിമാരോട് പറയാം, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നോണം. അപ്പോൾ ഭാര്യമാരെല്ലാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അടുത്ത, കർത്താവിലെ ഉചിതമാകുമെന്നും വണ്ണം ഭർത്താവിന് കീഴടങ്ങിയേച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഭർത്താവിനെ ബഹുമാനിച്ചേച്ച് വേണം പ്രാർത്ഥിക്കാൻ. അടുത്തത് ഭർത്താക്കന്മാരോടാ. 19-ാം വാക്യത്തിൽ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിട്ട് ഇരിക്കരുത്. അപ്പോൾ ഭാര്യയോട് പിണങ്ങിയിരുന്നേച്ച് പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും പറയുന്നത്, പ്രവർത്തിക്കുന്നത്. അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. അങ്ങനെ ഒക്കുള്ളൂ. കാരണം പഴയ രീതിയിലൊന്നും അല്ല. ഇപ്പോൾ ഈ സംവരണം, നാട്ടിലൊക്കെ സംവരണമാണ്.
പകുതി പകുതിയാ. അപ്പം അതുകൊണ്ട് കയറി കൊമ്പ് കുറക്കാതിരിക്കുന്നതാ നല്ലത്, സംവരണമായതുകൊണ്ട്. അവർ തോരൻ അരിയുമ്പം നമ്മൾ തേങ്ങ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ആ തോരൻ വെച്ച് രണ്ടുപേർക്കും സമാധാനമായിട്ട് തോരനും കൂട്ടി ഇച്ചിരി ചൂടുകഞ്ഞിയും കുടിച്ചേച്ച് കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ല നീ അവിടെ കസേര കയറി കാലും മറപ്പിച്ച് ഇങ്ങനെ തള്ളവല്ല സൂസി ചായ, മോളി ചായ എന്ന് പറഞ്ഞിരുന്നാൽ ആ ചായയും പിന്നെ പിറ്റേന്ന് കിട്ടുകയല്ല. അപ്പോൾ അവർ തോരനരിയുമ്പം നീ പോയി ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടാണ് പോകുന്ന ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ദൈവത്തിൻ്റെ മകത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആൾക്കാർക്ക് ഇത് ആവശ്യമുള്ളവർ ചിലപ്പോൾ കാണും, അവർക്കാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭർത്താക്കന്മാര് ഭാര്യമാരോട് കയ്പായിട്ടിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരാം, പ്രവർത്തിച്ചെന്ന് വരാം. ബലഹീന മാത്രമല്ലേ, ക്ഷമിച്ചേ ഒക്കൂ. ബലഹീനതയുള്ളവരല്ലേ, നമ്മളത് പുറത്തേ ഒക്കൂ. സ്തോത്രം. ഞാൻ സഹോദരന്മാരോടൊക്കെ പറയും, വിദേശ രാജ്യത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. സഹോദരിമാര് ക്ഷീണിതരായിട്ടിരിക്കുന്നെങ്കിൽ അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവരെ കൊണ്ട് തന്നെ എല്ലാം വെപ്പിച്ച് ചില ക്രെഡിറ്റോടാ പറഞ്ഞത്. ഞങ്ങളുടെ അച്ചായനൊന്നും അറിയാൻ മേല, ചായ ഇടാൻ പോലും അച്ചായന്. ആ സഹോദരിക്കൊന്നും വരാതിരിക്കട്ടെ, അഥവാ ഒരു ക്ഷീണതയായി 2 ദിവസം കിടന്നാൽ നിന്റെ ആയോടി മുട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ പ്രയറിൽ ഒരു തീരുമാനമെടുക്കണം. യോഗം കഴിഞ്ഞേച്ച് പറയണം, അതിൽ ഓഫ് ആക്കി കഴിയുമ്പോൾ പറയണം, എടി ചായ ഇടാൻ എന്നെ ഒന്ന് പഠിപ്പിക്കേ എന്ന് പറയണം. നാളെ ഒക്കുന്നെങ്കിൽ ഒരു ചായ ഇട്ട് സഹോദരിക്കൂടെ കൊടുത്തു. കാരണം ഇത് നന്നായി പോകാനായി, പ്രാർത്ഥന അലോഗ്യമാകാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭർത്താക്കന്മാർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എങ്ങനെ? ഭാര്യമാരോട് കയ്പായിട്ടിരിക്കരുത്, അവരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ യാതൊരു ഗുണഗണങ്ങൾ നോക്കിയല്ല സ്നേഹിച്ചത്, യാതൊരു ക്വാളിറ്റി കണ്ടല്ല സ്നേഹിച്ചത്. നമുക്ക് യാതൊരു വിശേഷതയുമില്ല, അവിടുത്തെ ആ മഹാസ്നേഹമാ. ആ സ്നേഹം നമ്മളിൽ വ്യാപരിക്കണം. സ്നേഹത്തിന്റെ ഒരു വിശേഷത എല്ലാം പൊറുക്കും, എല്ലാം ക്ഷമിക്കും, ചീർക്കുന്നില്ല. അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നാം സ്നേഹിക്കണം. അതാണല്ലോ കാൽവറിയിൽ നടന്നത്. നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നാം സ്നേഹിക്കണം. ഒരു കാലത്ത് യേശുക്രിസ്തുവിനെയും ഈ മാർഗത്തെയും നമുക്ക് താല്പര്യമില്ല. സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, സുവിശേഷത്തിന്റെ ദൂത് വന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം തട്ടിക്കളഞ്ഞേച്ച് നമ്മൾ ഓടിയതാണ്. ഓടിയവൻ അതിലേങ്ങ് ഓടിപ്പോകട്ടെന്നോർത്ത് യേശു നിന്നില്ല. നാം ഓടിപ്പോയ നമ്മുടെ പിന്നാലെ തേടി വന്ന ദൈവസ്നേഹം. ആ സ്നേഹമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ഉള്ളത്തിൽ വ്യാപരിക്കുന്നത്. നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച കാൽവറിയിലെ സ്നേഹം, നാം തട്ടിക്കളഞ്ഞിട്ടും നമ്മെ തട്ടിക്കളയാറ് തേടി വന്ന സ്നേഹം, ആ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. അപ്പോൾ ആരൊക്കെ പ്രാർത്ഥിക്കണം? ഭാര്യമാര് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയേച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഭർത്താക്കന്മാര് പ്രാർത്ഥിക്കണം. എങ്ങനെ? ഭാര്യയെ സ്നേഹിച്ച് അവരോട് കയ്പായിട്ടിരിക്കരുത്, ക്ഷമിക്കണം. പല കാര്യവും ക്ഷമിക്കണം. ആ ചൊരുക്കും വൈരാഗ്യം ഒന്നും വെച്ചോണ്ടിരിക്കരുത്, ക്ഷമിക്കണം. അത് ക്ഷമിച്ചേച്ച് വേണം ഭർത്താവും പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് മക്കളോട് പറയുക, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, അത് കർത്താവിന്റെ ശിഷ്യന്മാര് കണ്ട പ്രസാദകരമല്ലോ. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അതുകൂടെ ഞാൻ ചേർക്കുക. മക്കള് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. പ്രായമുള്ള അപ്പനും അമ്മയും നാട്ടിലുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കണം. അവർക്ക് സമയത്ത് പൈസ അയച്ചു കൊടുക്കണം, കാശുണ്ടെങ്കിൽ. നല്ല കൊടുക്കണം. അനിയൻ കൊടുക്കട്ടെ, ചേട്ടൻ കൊടുക്കട്ടെ, അതൊന്നും വിഷയമല്ല. നിന്റെ കടമ നീ നിർവഹിച്ചേ ഒക്കൂ. അപ്പനെ അമ്മയെ അനാഥശാലയിൽ ആക്കരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടവരെ വിടരുത്, ശാപം വലിച്ചു കെട്ടരുത്. ധാരാളം ആൾക്കാരുണ്ട്. മിക്കയിടത്തും അപ്പനും അമ്മയൊക്കെ അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും ഒക്കെയാ. അത് പാടില്ല. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ. സഭാഗോള് പണിത് കൊടുക്കണമെന്നല്ല, നമ്പർ മേടിക്കണമെന്നല്ല, അപ്പനെ അമ്മയും ബഹുമാനിക്കണമെന്നാ. ഞാനിവിടെ ആശ്വാസഭവനിന്റെ ഒരു റൂമിനകത്തിരുന്ന ഇത് പറയുന്നത്. ആശ്വാസഭവൻ എന്ന പേരെങ്കിലും പല ആൾക്കാരും ഹൃദയവേദനയോടാണ് ഇതിനകത്ത് പാർക്കുന്നത്. സ്തോത്രം. മക്കളില്ലാഞ്ഞിട്ടല്ല, മരുമക്കളില്ലാഞ്ഞിട്ടല്ല, കൊച്ചുമക്കളില്ലാഞ്ഞിട്ടല്ല. ശാപം വലിച്ചു കെട്ടരുത്. അത് പ്രാർത്ഥിച്ചാലൊന്നും മാറത്തുമില്ല.
മാതാപിതാക്കളെ നന്നായി ശുശ്രൂഷിക്കണം. ഈ തിമത്യോസിന്റെ ലേഖനത്തിൽ ഞാൻ മരണവീടുകളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം. തിമത്യോസിന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന 4-ാം അധ്യായത്തിൽ അങ്ങനെ മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്തുവായി പ്രത്യുപകാരം? നമ്മൾ കുഞ്ഞിലെ കുളിച്ച് വൃത്തിയാക്കാൻ ആവതില്ല എന്ന കാലത്ത് നമ്മുടെ അമ്മയും അപ്പനുമാണ് നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കിയത്, അല്ലേ? കൂടെ ചെളി പറ്റുമ്പോ കൂടെ അമ്മ കുളിപ്പിക്കും. പ്രായമുള്ള അപ്പനും അമ്മയും കട്ടിലേ കിടക്കുമ്പോൾ മക്കൾ ഇത് തിരിച്ചു ചെയ്യണം. അതാ പ്രത്യുപകാരം. മാസത്തിലൊന്നല്ല കുളിപ്പിക്കേണ്ടത്, മാസത്തിലൊന്നല്ല അപ്പനെയും അമ്മയും കുളിപ്പിക്കേണ്ടത്. നമ്മളെ മാസത്തിലൊന്നല്ലല്ലോ കൊച്ചിലെ കുളിപ്പിച്ചത്, അല്ലല്ലോ. നമുക്ക് ആഹാരം മാറി കഴിക്കാൻ പാടില്ലാഞ്ഞ കാലത്ത്, ആവതില്ലാഞ്ഞ കാലത്ത്, നമ്മൾ മുട്ടയിലടഞ്ഞ് നീന്തി നടന്ന സമയത്ത് തന്നെ ഭക്ഷണം ഉരുട്ടി കഴിക്കാൻ പാടില്ലാഞ്ഞ ആ പക്വത വരാഞ്ഞ സമയത്ത്, പ്രായമാകാഞ്ഞ സമയത്ത്, എത്ര തിരക്കൊണ്ടേലും എത്ര ബദ്ധപ്പാടാന്നേലും അമ്മ നമുക്ക് ചോറ് ഉരുട്ടി തന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചോറൊന്നും വേണ്ട, ചോറ് കൊടുക്കുന്നില്ല. എല്ലാം എന്താ ബർഗറ്, എന്തുവാ ഷവർമ, വേറൊരു കുന്തമുണ്ടല്ലോ, അൽഫ അതാ ഇപ്പോഴത്തെ പിള്ളേർക്ക്. അതാ എന്തും ആയിക്കോട്ടെ. പണ്ട് അങ്ങനല്ല. എൻ്റെ അമ്മയൊക്കെ തന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കും ഓർമ്മയുണ്ട്. നിങ്ങളുടെ അമ്മയും നിങ്ങൾക്ക് അങ്ങനെ തന്നതാ. കുഞ്ഞുങ്ങളാകെ ചോറ് കഴിക്കുന്ന സമയത്ത് ആ ഒരു 6-7 മാസം ആകുമ്പോൾ ചോറ് കഴിക്കുന്നത് നന്നായിട്ട് വേവിച്ച് അത് ഞെരടി, അമ്മ നല്ലതുപോലെ ഞെരടി. ചില പിള്ളേർക്ക് മീൻ കൂട്ടാൻ ഇഷ്ടമാ കൊച്ചിലെ. അത് ആ മുള്ളില്ലാത്ത മീൻ മേടിച്ച് അത് കറി വെച്ച്, അധികം എരിവ് ചേർക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് കറി വെച്ച് അതിൻ്റെ ആ കഷണം എടുത്ത് ഒന്നുകൂടെ അമ്മയൊന്ന് ഞെരടി ഇങ്ങനെ ഞെക്കി നോക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്ന ഞെക്കി നോക്കും, മുള്ളിൻ്റെ തരി ഉണ്ടോയെന്ന് അറിയാൻ. ഞെക്കി നോക്കി ആ ചോറിനകത്ത് ചേർത്ത് ഉരുട്ടി നമ്മുടെ വായി വെച്ച് തരും. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഇളയതിന് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്കും ഇങ്ങനെ തന്നെന്ന്. അതുകൊണ്ടാ പറഞ്ഞ കൃത്യം. അപ്പം ഇങ്ങനെ ഉരുട്ടി നമുക്ക് അമ്മ തന്നതാ. ഇതെല്ലാം തന്ന് നമ്മളെ ചോറ് തന്ന് നിറയുന്നതിൻ്റെ ലക്ഷണം പുറത്തോട്ട് തുപ്പും. അന്നേരം അമ്മയ്ക്ക് മനസ്സിലായി വയറ് നിറഞ്ഞു. ചില അമ്മയൊന്ന് ഉടുപ്പ് പൊക്കി നോക്കും വയറ് നിറഞ്ഞോന്നറിയാൻ. അതിനുശേഷമായിട്ട് അമ്മ മുഖമെല്ലാം നമ്മുടെ കഴുകി കയ്യിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ വായിലോട്ട് പറഞ്ഞു തരും, കുലുക്കി ഒഴിക്കാൻ അമ്മ കാണിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്ത് മുഖമെല്ലാം തൂത്ത് നമ്മളെ വൃത്തിയാക്കി കൊണ്ടിരുത്തി, ചിലപ്പോൾ ഡ്രസ്സിൽ വന്നെങ്കിൽ അത് മാറി അത് കഴിഞ്ഞേ അമ്മ കഴിക്കൂ. അങ്ങനെ ആയിരുന്നു അമ്മ. അപ്പോൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ പ്രായമാകുമ്പോൾ മക്കൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യണം. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. മനസ്സിലായോ? അമ്മയ്ക്ക് ഞങ്ങളിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. അതിനാ എല്ലാം കിടന്നോണ്ടാ. പിന്നെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ, സ്മെല്ലും. ആരാ ഇതൊക്കെ എടുക്കാനും കോരാനും വാരാനും ഒക്കെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അമ്മയ്ക്കൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അമ്മയ്ക്ക് എന്നാ കൊടുക്കുന്നത്? അമ്മയ്ക്ക് ഓട്സ് കാച്ചി കൊടുക്കും. അതിവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, തങ്ക. അവള് ഓട്സ് കാച്ചി എന്നിട്ട് തങ്ക ഒരു സ്പൂണിനകത്ത് ഒരു കപ്പിനകത്ത് ഇട്ടേച്ച് അമ്മച്ചി ഓട്സ് അല്ല ഇത് കുടിച്ച് പദം വന്ന് കിടക്കുക. മനസ്സിലാകുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലാകാടിയാണോ അത് നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ ഈ 10 മണിയായപ്പം? നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഇത് ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും മേലോട്ടും പോകുകയില്ല, ദൈവം കേൾക്കത്തുമില്ല. നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കർക്കശമായി ചെയ്യണം. ഞാൻ കണ്ടതുകൊണ്ടങ്ങ് പറയുക. നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടിരുന്നേ ഞാനത് പറഞ്ഞാണ്. ജോൺസൺ പാസ്റ്റർ വീട്ടിൽ ഞാൻ ചെന്ന് കണ്ടതാ. ആ അമ്മയെ വീട്ടിൽ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു. തൻ്റെ ഭാര്യയും സഹോദരിമാരും അവരുടെ പിള്ളേരും എല്ലാം ഞാൻ കണ്ടതാ. നിങ്ങളുടെ വീട്ടിൽ കാണുകയായിരുന്നേ ഞാനതിപ്പോൾ പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ കാണും. അങ്ങനെയുള്ളവരെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളുടെ സന്തതിയെ അനുഗ്രഹിക്കും. നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല. നിങ്ങൾ നാട്ടിൽ വരിക തന്നെ കടമ്പനാട് ജോൺസൺ പാസ്റ്ററുടെ വീട്ടിലൊന്ന് പോകുന്നത് നല്ലതാ. അതല്ല വൃത്തിയായിട്ട് അമ്മയെ കിടത്തിയേക്കുന്നത്. ഞാൻ കൂടെ അവിടെ ചെല്ലുമ്പോൾ കാണും. ഓർക്കാപ്പുറത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പം നല്ല വൃത്തിയാ. വിളിച്ചേച്ച് ചെല്ലുമ്പം വൃത്തിയാക്കുന്നവരുണ്ട്. ആ വൃത്തിയല്ല. ഓർക്കാപ്പുറത്ത് ചെല്ലുമ്പം കാണുന്നതാ അവിടുത്തെ കാഴ്ച. അതുകൊണ്ട് ഞാൻ ഓർക്കാപ്പുറത്ത് ചെല്ലുമ്പോൾ നല്ല നീറ്റായിട്ട് അമ്മച്ചി നല്ല വൃത്തിയുള്ള അമ്മച്ചിയാണ് കേട്ടോ. ചള്ളും പൊട്ടുമെന്നും പറയുന്ന തള്ളയൊന്നുമല്ല. അവിടെ കിടന്ന് സ്വോത്രവും അല്ലേരിയായി പറയുന്നത്. അല്ല അവിടെ കിടന്ന് പ്രാഗി അലക്കുകയും ദൈവമേ ഞാൻ എന്തിനാ ഈ വീട്ടിലിങ്ങനെ മുടിയും പറിച്ച് കീറുവൊന്നുമല്ല. നല്ല തള്ളയാ. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒന്ന് കണ്ടു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം.
അവരെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഞാൻ വിവരിക്കുന്നില്ല, ദീർഘമാക്കുന്നില്ല. കർത്താവിന് മകത്തം. ചിലരൊക്കെ കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്കും ഡൗട്ട് അടിക്കുന്നു, അതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, 3 മക്കൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ആദരിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, ശുശ്രൂഷിച്ചാൽ, അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്താൽ നീ അധികം പ്രാർത്ഥിക്കുകയും വേണ്ട. നീ ഇരിക്കുന്നിടത്ത് നന്മയുടെ വഴി ദൈവം തുറന്നു തരും. അതിന് യാതൊരു തർക്കവുമില്ല. അപ്പനെ അമ്മയും ബഹുമാനിച്ച്, അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ച് അറിയാത്ത നന്മയുടെ വഴി ദൈവം തുറക്കും. ഇത് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, അപ്പനെ അമ്മയോട് മിണ്ടുകയല്ല, അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കുകയല്ല. എന്നിട്ട് മാപ്പിളയും പെമ്പളം കൊണ്ട് അപ്പാ നന്മയുടെ വഴി തുറക്കണം, നന്മയ്ക്കെതിരെ പൊരുതുന്ന പോരാടുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ ചുമ്മാ സൂസമ്മയെ നീ കിടന്ന് ഇളകാന്നല്ലാതെ യാതൊരു ഗുണവും വരികയല്ല. നീ അപ്പനും അമ്മയ്ക്കും നന്മ ചെയ്താൽ നീ അറിയാത്ത നന്മയുടെ വഴി ദൈവം തുറന്നു തരും. ദൈവം വിശ്വസ്തന. പ്രാർത്ഥനയിൽ ഉത്തിരിപ്പീൻ. അപ്പോൾ 1 ഭാര്യ പ്രാർത്ഥിക്കണം, 2 ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കണം, 3 മക്കൾ പ്രാർത്ഥിക്കണം, 4 പിതാക്കന്മാരും പ്രാർത്ഥിക്കണം. ഇനി പിതാക്കന്മാരോട് അവിടെ പൗലോസ് വളരെ കർക്കശമായിട്ട് പറയാം, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനെ കോപിപ്പിക്കരുത്. ഉണ്ടോ? കോപിപ്പിക്കരുത്. മക്കൾ പ്രായമായി കഴിഞ്ഞാൽ പഴയ കസർത്തൊന്നും മാതാപിതാക്കൾ എടുക്കരുത്. വല്ലാത്ത കാലമാ. നീ ഒരു 60 കഴിഞ്ഞവരോടാ ഞാനീ പറയുന്നത്. ഒരു 60-65 ഉള്ളവരോട് ഞാനീ പറയാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങുന്ന നല്ലതാ. പഴയ തൻ്റെ ഇടവും പഴയ ഞാൻ ആരാണെന്ന് അറിയാമോ അതൊക്കെ അങ്ങ് ഒതുക്കിയേക്കണം. കാരണം പിള്ളേരുടെ കയ്യിലെല്ലാം വൃദ്ധസദനത്തിലെ നമ്പർ ഇരിപ്പുണ്ട്. ആശ്വാസഭവനിൽ നമ്പർ വേണം, ഞാനിപ്പോൾ തരാം. മിക്ക പിള്ളേരുടെയും കയ്യിലുണ്ട്. നീ അഥവാ മെനക്കേട് കാണിച്ചാൽ പിള്ളേരടിക്കും, ആംബുലൻസ് സഹിതം വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് വീട്ടിൽ കിടന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മക്കളെ കോപിപ്പിക്കരുത്. നീ മാതാപിതാക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നമുക്ക് തരുന്ന മക്കളാ 2, 3, 4, 5 പഴയ കണക്കാന്ന് 8, 10 ഒക്കെ ആ ദൈവം തരുന്ന കുഞ്ഞുങ്ങൾ. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാ, മക്കളെ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. പിള്ളേര് 3, 4, 5 ഒക്കെ ഉള്ളതൊരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന തലമുറകളാ 2, 3, 4, 5. ആ പിള്ളേരെ ഒരുപോലെ കാണണം. പിള്ളേരെ വേറുകൃത്യത്തോടെ കാണരുത്. മാതാപിതാക്കൾക്കുള്ള സന്ദേശമാണ്. കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളറ് കുറഞ്ഞവൻ കാണും, കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, സാമർത്ഥ്യം ഉള്ളവൻ കാണും, സാമർത്ഥ്യം കുറഞ്ഞവൻ കാണും. വേറുകൃത്യം പാടില്ല. വേറുകൃത്യം ചെയ്താൽ വിഷമിക്കേണ്ടി വരും. തെളിവ്, യാക്കോബ് ഇഷ്ടഭാര്യയുടെ പുത്രനായി ജനിച്ച യോസേപ്പിന് പ്രത്യേക ഒരാങ്കി. എന്തെല്ലാം വൈതരണി ഉണ്ടായി കുടുംബത്തിൽ. പിള്ളേര് തമ്മിൽ കയറി കൊമ്പ് കോർത്തു, വീട്ടിൽ പ്രശ്നമായി, ചെറുക്കനെ പിടിച്ചു വിറ്റു, അതിനിടയ്ക്ക് കണത്തി തള്ളിയിട്ടു, അവസാനം ശിമിയോനെ പിടിച്ചു ബന്ധിച്ചു, പിന്നെ ബെന്യാമിനെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞു. ഈ മൂപ്പില അവസാനം പറഞ്ഞു മിക്കവാറും എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ. ഇതിനെല്ലാം മൂലകാരണം അതാ, വേറുകൃത്യം പാടില്ല. ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളാ. ചിലപ്പോൾ ക്ഷീണമുള്ളവർ കാണും, ക്ഷീണം കുറഞ്ഞവർ കാണും. ഒരുപോലെ കരുതിക്കോണം. കുഞ്ഞുങ്ങളിടക്കൽ വേറുകൃത്യം കാണിക്കരുത്. ഒരുപോലെ. കാശുള്ളവരോട് ഞാൻ പറയാ, വസ്തുവൊക്കെ പാകോടുംപടി ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം. 3 പിള്ളേരുണ്ടെങ്കിൽ കൃത്യത്തിനായിരിക്കണം. ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കരുത്. ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചാൽ ഇയ്യോബ് അതെല്ലാം അതിന്റെ പരുവത്തിന് എഴുതുന്ന സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്ത് അങ്ങനെ ആയിരിക്കണം. എല്ലാം കൃത്യമായിരിക്കണം. പിള്ളേരുടെ ഇടയ്ക്കൽ വേറുകൃത്യം പാടില്ല. ചിലപ്പോൾ ചില കൊച്ചൻ അമേരിക്ക കാണും, ചിലത് കാനഡയിലായിരിക്കും, ചിലത് നോർത്ത് ഇന്ത്യയിലായിരിക്കും, ചിലത് നാട്ടിലായിരിക്കും. എല്ലാം ഒരുപോലെ കരുതിക്കോണം. ഒരുപോലെ കരുതിയില്ലെങ്കിൽ നീ കുഴയും. അത് വരരുത്. അപ്പോൾ മാതാപിതാക്കളോട് ദൂത് പറയുക. ഇനി ഓടിച്ചു പറയുക, ദാസനോട് യജമാനനോടും. ദാസന് യജമാനൻ 2 കൂട്ടരും പ്രാർത്ഥിക്കണം. ദാസന്മാര് പ്രാർത്ഥിക്കണം. യജമാനനെ അസ്വസ്ഥതപ്പെടുത്തരുത്. ഒരു സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ദാസനും യജമാനനും ഉണ്ടെങ്കിൽ ദാസനോട് പറയാം, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. ചിലപ്പോൾ വിശ്വാസിയും പാസ്റ്റർ ചിലപ്പം ബിസിനസ്സുകാരനായിരിക്കും, അല്ലെ കമ്പനി നടത്തുന്നയാളായിരിക്കും. ആ കമ്പനിയിലെ ഒരു അംഗമായിരിക്കും വിശ്വാസി. അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങുക. ദൃഷ്ടിസേവകളാലല്ല, വിശ്വസ്തയോടെ കൃത്യമായി നല്ല നിലയിൽ അവരെ സേവിക്കണം. ദൈവം പ്രതിഫലം തരും.
അപ്പോൾ ദാസന്മാരും പ്രാർത്ഥിക്കണം. 4-ാം അധ്യായത്തിൽ പറയുക യജമാനന്മാരും പ്രാർത്ഥിക്കണം. പൗലോസ് എഫേസ്യ ലേഖനത്തിലും കൂടെ ചേർത്തിട്ടുണ്ട്, യജമാനന്മാരെ നിങ്ങൾക്കും അവർക്കും ഒരു സ്വർഗത്തിലൊരു യജമാനനുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഈ ജോലി ചെയ്താൽ കൃത്യം ശമ്പളം കൊടുത്തോണം. കമ്പനി നടത്തുന്നവരും ബിസിനസ് ചെയ്യുന്നവരും കൃത്യം ശമ്പളം കൃത്യത്തിന് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ കമ്പനി നിർത്തിയേച്ച് പെട്ടെന്ന് നാട്ടിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓഷോപ്പിച്ച് വെക്കരുത്. അവൻ്റെ കൂലി നിന്റെ കയ്യിലിരിക്കരുത്. അവൻ കൂലി കിട്ടാതെ അവിടെ നിന്ന് ഞരങ്ങിയാൽ നമുക്ക് പരിവക്കേടുണ്ടാകും. അന്നേരം ഇടപാട് തീർത്തേക്കണം. അവൻ്റെ ഇടപാടല്ല, കാശിൻ്റെ ഇടപാട്. അപ്പാശ പറഞ്ഞല്ലോ അവൻ്റെ ഇടപാട് തീർക്കണം. ഇന്ന് രാത്രിയായിട്ട് നിന്റെ ഇടപാട് തീർക്കണം. കുറെ നാൾ കൊണ്ട് ഞാനും ചിന്തിച്ചിരിക്കുക. ആ ഇടപാടല്ല, ജോലി ചെയ്യുന്നതിൻ്റെ കൃത്യ ശമ്പളം. പേർഷ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കമ്പനി നടത്തുന്ന ചിലരുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുകയല്ല. അത് പാടില്ല. അവർക്ക് കൃത്യം ശമ്പളം കൊടുക്കണം. ഒരു കാര്യം പറഞ്ഞ് അവരെ കൊണ്ടുവന്നത്, അവരവിടെ നിന്ന് ഞരങ്ങരുത്. ഞരങ്ങിയാൽ നിനക്കും ഗുണം വരികയല്ല, സന്തതിക്കും ഗുണം വരികയല്ല. അത് കൃത്യം കാര്യങ്ങളെല്ലാം കൃത്യത്തിന് പോകണം. ദൈവത്തിന് മഹത്വം. കാരണം നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടിരിക്കണം. അപ്പോൾ ഓടിച്ചങ്ങ് നിർത്താം. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, പിതാക്കന്മാര് പ്രാർത്ഥിക്കണം, ദാസന്മാര് പ്രാർത്ഥിക്കണം, യജമാനന്മാര് എല്ലാവരും പ്രാർത്ഥനയിൽ ഉദ്ധരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഞാനിനി കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. എന്തിനൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്? ആ 4-ാം അധ്യായത്തോട് ബന്ധപ്പെട്ട് എന്തിനൊക്കെ പ്രാർത്ഥിക്കണം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്റർനാഷണൽ പ്രയർ വാരിയേഴ്സിൽ സംബന്ധിക്കുന്നവരോട് പറയുക എന്തിനൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ദാസനും യജമാനും എല്ലാം പ്രാർത്ഥിക്കണം. ആമേൻ. എന്തൊക്കെ ക്രമീകരിച്ചേച്ച് പ്രാർത്ഥിക്കണം. ഇനി എന്തിനൊക്കെ പ്രാർത്ഥിക്കണം? ഒന്ന്, ആ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എടുപ്പിക്കുന്നില്ല, വായിക്കുന്നില്ല, സമയം പോകുന്നുണ്ട്. ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ദാസന്മാർ യേശു ക്രിസ്തുവിന്റെ മർമ്മങ്ങൾ പ്രസംഗിക്കുവാൻ, പ്രസ്താവിക്കുവാൻ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശുശ്രൂഷകന്മാർക്കും നിങ്ങളുടെ ദൈവദാസന്മാർക്കും വേണ്ടി ദൈവമക്കളെ ശക്തമായി പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് ആ 4-ാം അധ്യായത്തിന്റെ 3-ലുണ്ട്, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വചനം നന്നായിട്ട് പഠിക്കണം. വചനമാണ് നമ്മെ ഗുണീകരിക്കുന്നത്, വചനമായി ശുദ്ധീകരിക്കുന്നത്, വചനമായി സൗഖ്യമാക്കും. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. യെരമ്യാവ് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഇത് ഉലയിലിരിക്കി ശുദ്ധി ചെയ്ത വചനമാ. ഇത് അണ്ണാക്കിന് മധുരമാ. ഇത് ഇളമ്പുല്ലിൽ പൊയ്യുന്ന മഞ്ഞ് പോലെ, മാരി പോലെയാ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ആ വചനത്തിന്റെ വാതിലുകൾ തുറക്കേണ്ടതിന് മക്കൾ പ്രാർത്ഥിക്കണം. ദൈവദാസന്മാര് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ മാർക്കിടുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദാസൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നിന്റെ ദാസനെ കൂടി എന്നോട് സംസാരിക്കണം, വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ഞാൻ അനുഭവിക്കുന്ന വ്യതകൾ, വേദനകൾ, വിഷയങ്ങൾ പലതാ. ആ വിഷയത്തെ സംബന്ധിച്ച് നിന്റെ ദാസന് വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ പോരാടണം, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. എന്തിനൊക്കെ പ്രാർത്ഥിക്കണം? ഒന്ന്, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥന പോരാടണം. 2, വചനത്തിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ 4-ാം അധ്യായത്തിന്റെ 3-ൽ വേറൊരു കാര്യം, വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ പൗലോസ് പറഞ്ഞ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകരെ തെറ്റിക്കുവാൻ പിശാച് തന്ത്രങ്ങൾ മെനയുന്നു, അനേകരെ റൂട്ട് മാറ്റിവിടുന്നു. ആ ഇറങ്ങിത്തിരിച്ച ദർശനവും പ്രതിഷ്ഠയെല്ലാം പോയി പലർക്കും. ആത്മാവിൽ ആരംഭിച്ചു, ഇപ്പോൾ ജഡത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. കാനോച്ചൻ പറഞ്ഞ കാര്യം ഞാൻ മിക്കപ്പോഴും കടമെടുത്ത് പറയും. ആത്മരക്ഷയിലാ നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ 10-30 കൊല്ലം കഴിഞ്ഞപ്പോൾ ദേഹരക്ഷയിലാ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. നമ്മളെല്ലാം ആത്മരക്ഷ തുടങ്ങിയതാ, ഇപ്പം വന്ന് ദേഹരക്ഷയിൽ നിർത്തി. പണ്ട് നമുക്ക് സമയം വിഷയമല്ല, ഭക്ഷണം വിഷയമല്ല, വാഹനം വിഷയമല്ല, ഭൗതികം ഒന്നും നമുക്ക് വിഷയമല്ല. ആരെ കണ്ടാലും സുവിശേഷം പറയും, എവിടെയും പറയും. എത്ര ദൂരമാണെങ്കിലും പോകും. ആ യോഗത്തിന് നമുക്കതൊന്നും വിഷയമല്ല. ഇപ്പം നമ്മളെല്ലാം ദേഹരക്ഷയെ കൊണ്ട് നിർത്തിയിരിക്കുക.
പണ്ട് ഉപവസിക്കുമായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും ഉപവസിക്കരുത്, ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ലേഖരക്ഷയെ കൊണ്ട് നിർത്തിയിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാ. അപ്പൊ നമ്മൾ പറയുമോ ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന, ഞാൻ അയ്യോ അങ്ങനെ ഒക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, 2 ബിസ്ക്കറ്റ് എങ്കിലും കഴിച്ചിരിക്കണം. ഷാജി കയറി പ്രവർത്തിക്കുക, 2 ബിസ്ക്കറ്റ് എങ്കിലും ദേഹരക്ഷയിലാണ് നിർത്തിയിരിക്കുന്നത്. പണ്ട് മുടിരാത്രി പ്രാർത്ഥനയിൽ ഇരിക്കുമായിരുന്നു, മുടിരാത്രി പ്രാർത്ഥന. ഇപ്പോൾ പറയുന്നത് ഈ ഒരു കാരണവശാലും മുടിരാത്രി ഇരിക്കാനൊക്കത്തില്ല, കാരണം പല പല അസ്വസ്ഥതകളുണ്ട്. അങ്ങനൊന്നും ഇരിക്കാൻ ദേഹരക്ഷയെ കൊണ്ട് നിർത്തിയിരിക്കുക. പണ്ട് നന്നായിട്ട് കൈയടിച്ച് ആത്മാവിലാകും. ഇപ്പൊ ഇരിപ്പ് കണ്ടിട്ടില്ലേ? ഡോക്ടർ പറഞ്ഞേക്കുന്ന ആയത്തിൽ അടിക്കരുത്, കാരണം ഹാർട്ടിന് 5 ബ്ലോക്ക് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു പരുവത്തിന് ഇങ്ങനെ ഇരിക്കുക, ദേഹരക്ഷയെ നിർത്തിയിരിക്കുക. അപ്പൊ ആത്മരക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത്, ഇപ്പൊ ദേഹരക്ഷയിൽ നിർത്തിയിരിക്കുക. പണ്ട് ശബ്ദം ഉയർത്തി പാട്ട് പാടുമായിരുന്നു. ഇപ്പൊ പറഞ്ഞേക്കുന്നത് അത് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെ കണ്ടമാന ശബ്ദമെടുത്താൽ പിന്നെ തൊണ്ടയിൽ പല അസുഖങ്ങൾ വരും, അങ്ങനെ പലത് ദേഹരക്ഷയെ കൊണ്ട് നിർത്തിയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയട്ടെ, വിശുദ്ധന്മാർക്ക് വേണ്ടി, അപ്പോസ്തലന്മാർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. അപ്പൊ 1, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, വചനത്തിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി ആമേൻ പ്രാർത്ഥിക്കണം. 3, അപ്പോസ്തലന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ലോകമെമ്പാടും സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാട്ടിലാണെങ്കിൽ ദൈവദാസന്മാർ ചെറുപ്പക്കാരാ കടന്നു പോകുന്നത്, നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. എല്ലാവരും മുന്നേ കടന്നു പോകുക, സങ്കടമുണ്ട്. അവൻ നന്നായി ശുശ്രൂഷിച്ച അനേകർ കടന്നു പോകുന്നു, അവന് വളരെ ഭയം തോന്നുന്നു, സങ്കടമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു, പ്രാർത്ഥിക്കണം. ദൈവദാസന്മാര് 2 വീലറിൽ പോകുന്നു, 4 വീലർ ഉപയോഗിക്കുന്നവര്, എതിരെ വരുന്ന വാഹനം ദൈവം നിയന്ത്രിക്കണം. നമ്മൾ ദൈവദാസന്മാർ പോകുന്ന വാഹനം ദൈവം നിയന്ത്രിക്കണം. ആമേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിൽ പോരാടുന്നവരിൽ അവനെല്ലാവരും ഈ വിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ഉൾക്കൊള്ളത്തില്ല. ചില റോഡും ചില ഏരിയയിലൊക്കെ അപകടങ്ങൾ കൂടെ അവിടെ സാത്താന് ശക്തിയാ. പൊരുതി പോരാടി പ്രാർത്ഥിക്കണം. ദൈവമക്കൾ അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം. ചില ഏരിയ, ചില പ്രത്യേക സ്ഥലത്ത് ആക്സിഡന്റ് കൂടെ നടക്കുക, അവിടെ ദുഷ്ടശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാ. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഉത്തിരിപ്പീൻ. ചിലക്ക് മാസാമാസം അപകടം വരുമല്ലോ, ചിലക്ക് വർഷാവർഷം അപകടം ഉണ്ടാക്കുമല്ലോ, അതെല്ലാം ഒരു ദുഷ്ടശക്തിയാ. ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടി അതിനുമേൽ ജയമെടുക്കണം. ദൈവത്തിന്റെ മഹത്വം. 4, ദൈവികത സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗമായി എടുത്തു വായിപ്പിക്കുന്നില്ല, സമയം പോയത് കൊണ്ടാണ്. ദൈവികത സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ തികഞ്ഞവരും ദൈവികത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടമൊന്നും നടക്കരുത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി. ഞാൻ എപ്പോഴും വചനം പ്രസംഗിക്കുമ്പോൾ പറയാനുണ്ട്, സങ്കീർത്തനത്തിൽ എടുത്ത് വായിപ്പിക്കുന്നില്ല, ഇങ്ങനൊരു അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തെന്ന, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ചില ആൾക്കാർ സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു, ഞങ്ങൾ എഴുതി വെച്ച വിഷയങ്ങൾ ധാരാളമുണ്ട്, അതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളവാ. ഏതാ ഞങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു, എനിക്കത് കേൾക്കുമ്പം വെപ്രാളമാ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ എന്നോടൊരു ചോദ്യം, ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നെന്ന് വരുമ്പോ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പം ഇങ്ങേർക്ക് എന്നാ ഇത്ര വെപ്രാളം? മറുപടി, എനിക്ക് വെപ്രാളം വരാൻ കാര്യം എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഇരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ വീണ്ടും നിങ്ങൾക്കൊരു ചിന്ത, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. 105-ാം സങ്കീർത്തനത്തിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തെന്ന. ദൈവത്തിന് എടുത്തവർക്കൊന്ന് വായിക്കാം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അടുത്ത വാക്യത്തിൽ കിടക്കുകയാണ്, എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചെന്ന. അതാ എനിക്ക് ഭയം. അവൻ അവർക്ക് കൊടുത്തു. നല്ല വാക്യം, ഇങ്ങോട്ട് നോക്കിക്കേ.
അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ചില പറയത്തില്ലേ, ഞങ്ങൾ ഇന്ന വീട് എഴുതി വെച്ച് പടം വരച്ച് വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം തന്നു. മോടെ കല്യാണം അതുപോലെ, മോന്റെ കല്യാണം അതുപോലെ, സാലറി, ജോലി, കാനഡയിൽ പോകാൻ, മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് വിടുവെന്നുണ്ട്. നല്ല കാര്യം, ഞാൻ എതിരല്ല. ഇന്ന വണ്ടി, ഇപ്പൊ പുതിയ ഉപദേശമാണ്, നമ്മളൊരു വണ്ടി കിട്ടണമെങ്കിൽ വിശ്വാസം കണ്ടാൽ വണ്ടി കാണണം, അത് ഗർഭം ധരിക്കണം, ഇന്ന കളറ്, ഇന്ന മോഡല്, ഇന്ന ഷോറൂമിൽ നിന്ന് ഇന്ന പിറക്കുന്നത്. ഞാൻ എതിർക്കുന്നില്ല. അത് അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ പ്രാണനെ ക്ഷയമയച്ചു. ഭയാനകമാ എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചത് ദൈവം കൊടുത്തു. അടുത്ത ഫലമാ പ്രാണന് ക്ഷയം വന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പോരാടുന്നവരോടെല്ലാം അപേക്ഷിക്കുക. എൻ്റെ പ്രിയരെ, നമ്മൾ പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ ചോദിച്ചതിനെല്ലാം മറുപടി ലഭിച്ചില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. വേണയിൽ ഇനി പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പ്രാണന് ക്ഷയമുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ആന്തരികത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, പ്രാണന് ക്ഷയം വരുത്തുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തീരുമാനമെടുക്ക്. ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവഗത സംബന്ധിച്ച് നിങ്ങൾ നിശ്ചയമുള്ളവരായിരിക്കണം. അഞ്ചാമത്തെ കാര്യം ആ 4-ാം അധ്യായത്തിന്റെ 17 കർത്താവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണം. പോരാടണം. കർത്താവ് തന്ന ശുശ്രൂഷ നിവർത്തിക്കണം.